ഞാൻ മേരി മെറ്റിൽഡ. സ്റ്റേ ഇൻസ്പയർഡ് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ചലഞ്ച് എന്താണെന്നോ? ജീവിതത്തിൻ്റെ ക്വാളിറ്റി ഉണ്ടാക്കുന്ന, നമുക്ക് സന്തോഷവും സമാധാനവും ഒക്കെ തരുന്ന പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ ഒരു ആവേശവും തോന്നാറില്ല. എന്നാൽ ഒരുപാട് സ്ട്രെസ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ജീവിതത്തിൽ സന്തോഷക്കുറവുണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് നല്ല ഉത്സാഹം തോന്നും. ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോട് പറയാറുണ്ട്, പഠിക്കാൻ എല്ലാവർക്കും നല്ല മടിയാണ്, അത് ചെയ്യാനേ തോന്നൂല. പക്ഷേ ഉഴപ്പാൻ എന്ത് രസമാണ്, എന്ത് ഉത്സാഹമാണ്. ഇപ്പം നല്ല ചൂടല്ലേ, ഒരുപാട് പേർക്ക് തൊണ്ടയ്ക്ക് അസുഖമുണ്ട്, ചുമയെല്ലാം ഉണ്ട്. അപ്പോൾ ഡോക്ടേഴ്സ് നമ്മളോട് പറയും തണുപ്പ് തൊട്ട് പോകരുത്. പക്ഷേ നമ്മളൊരു കടയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഐസ്ക്രീം, തണുത്ത വെള്ളമൊക്കെ കാണുമ്പോൾ കുടിക്കാതിരിക്കാൻ പറ്റില്ല. ഇതെല്ലാവർക്കും ഉള്ള പ്രശ്നമാണ്. അതിൻ്റെ ഒരു കാരണം നമ്മുടെ ബ്രെയിനിൽ അങ്ങനെ ഒരു സെറ്റപ്പാണുള്ളത്. പക്ഷെ നമ്മളെ സഹായിക്കാനായിട്ട് വേറൊരു സെറ്റപ്പ് അവിടെയുണ്ട്. ബ്രെയിൻ സപ്പോർട്ട്സ് ഹാബിറ്റ്സ്. നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ട് തോന്നുന്ന എന്നാൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഹാബിറ്റ്സ് ആക്കി മാറ്റാം. ബ്രെയിൻ ഹാബിറ്റ്സിനെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള, ജീവിതത്തിൽ ക്വാളിറ്റി ഉണ്ടാക്കുന്ന കുറേ കാര്യങ്ങളില്ലേ, അത് ഹാബിറ്റ്സ് ആക്കി മാറ്റുക. അപ്പോൾ എന്നോടൊരാൾ പറഞ്ഞു, എനിക്ക് ദിവസവും 1 മണിക്കൂർ വർക്കൗട്ട് ചെയ്യുന്ന ഒരു ഹാബിറ്റ് ഉണ്ട്. വേറൊരാൾ പറയുകയാണേ, 4 മണിക്കൂർ ഞാൻ എല്ലാ ദിവസവും വായിക്കും, അതിൻ്റെ ഒരു ശീലമാണ്. എല്ലാവർക്കും ഇങ്ങനത്തെ ശീലങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് നടപ്പുള്ള കാര്യമല്ല. ഇവിടെ നമുക്ക് എല്ലാവർക്കും നടപ്പിലാക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ശീലങ്ങളുണ്ട്. അത് ജീവിതത്തിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരുത്താറുമുണ്ട്. അതിനെ മൈക്രോ ഹാബിറ്റ്സ് എന്നാണ് പറയുക. ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുള്ള പുസ്തകങ്ങളെല്ലാം വളരെ പോപ്പുലറാണ് കേട്ടോ. ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വീണ്ടും വീണ്ടും ചെയ്യാൻ നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല, നമുക്ക് നല്ല ഉത്സാഹം തോന്നും ഇതൊക്കെ അപ്ലൈ ചെയ്യാൻ. ഇത് ഹാബിറ്റ്സ് ആയിട്ട് മാറിക്കഴിഞ്ഞാൽ ജീവിതം കുറേ കൂടി സന്തോഷമുള്ളതായിട്ട് മാറും, ഔട്ട്പുട്ട് കൂടും. എന്നാൽ ഈ ഹാബിറ്റ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല, വളരെ സിമ്പിളാണ്. ഹാബിറ്റ് നമ്പർ 1, നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമുണ്ട്, കൃത്യസമയത്ത് ഉറങ്ങണം, കൃത്യസമയത്ത് ഉണരണം. പക്ഷേ എൻ്റെ കാര്യത്തിൽ കൃത്യസമയത്ത് എനിക്ക് ഉറങ്ങാനേ പറ്റാറില്ല. ഞാൻ ചെയ്യുന്ന ചില കാര്യങ്ങളുടെ രീതി കൊണ്ടാവാം അങ്ങനെ സംഭവിക്കുന്നത്. ഇവിടെ എനിക്കുള്ളൊരു ശീലം എന്താണെന്നോ, ഞാൻ 11 മണിക്കും 12 മണിക്കും ഉള്ളിലാണ് ഉറങ്ങാറ്. എപ്പോൾ ഉറങ്ങിയാലും ക്വാളിറ്റി സ്ലീപ്പ് ഉറപ്പാക്കും. ക്വാളിറ്റി സ്ലീപ്പ് എൻ്റെ ഒരു ശീലമാണ്. ക്വാളിറ്റി സ്ലീപ്പ് നമുക്ക് കിട്ടണമെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായിട്ട് ചെയ്യണം. ഉറങ്ങുന്ന മുറി, കിടക്ക, ഇതൊക്കെ വളരെ പ്രധാനമാണ്. അതൊക്കെ നന്നായിട്ട് സെറ്റ് ചെയ്ത് വെക്കണം. കിടക്ക എല്ലാ ദിവസവും കുടഞ്ഞു വിരിക്കുന്നത് നന്നായിരിക്കും. ഹോസ്പിറ്റലിലും അല്ലെങ്കിൽ ഹോട്ടലിലൊക്കെ അങ്ങനെയല്ലേ, എല്ലാ ദിവസവും കിടക്ക കുടഞ്ഞു വിരിക്കും. അല്ലെങ്കിൽ ചെറിയൊരു പ്രാണി മതി നമ്മുടെ ക്വാളിറ്റി സ്ലീപ്പിന് പ്രശ്നം ഉണ്ടാക്കാൻ. ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ 2-3 മിനിറ്റിനുള്ളിൽ ഞാൻ ഉറങ്ങിയിരിക്കും. ആദ്യം കുറച്ച് സമയം ഞാനൊരു പൊസിഷനിൽ കിടക്കും. ചിലപ്പോൾ നിവർന്നായിരിക്കും, വലത്തുവശത്തേക്ക് ചരിഞ്ഞായിരിക്കും കിടക്കുക. ആ പൊസിഷനിൽ നിന്ന് ഞാൻ മാറാതെ കണ്ണടച്ച് ഒരേ ഒരു ചിന്തയിലൂടെ മാത്രം കടന്നു പോകും. ഐ എം ഗോയിങ് ടു സ്ലീപ്പ്, ഞാൻ നന്നായിട്ട് ഉറങ്ങാൻ പോവുകയാണ്. അങ്ങനെ നന്നായിട്ട് ഉറങ്ങാൻ പറ്റാറുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം, ഉണരുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ശീലമാണ്. ഉണരാൻ അലാറം സെറ്റ് ചെയ്ത് വെക്കാറുണ്ട്. പക്ഷേ അലാറം കൈ എത്താത്ത ദൂരത്തിലേ വെക്കൂ. കൈ എത്തിക്കഴിഞ്ഞ പ്രശ്നമാണ്, നമ്മൾ ഓഫ് ചെയ്ത് വീണ്ടും കിടക്കുമല്ലോ. അതായത് ഉണരുമ്പോൾ തന്നെ എഴുന്നേൽക്കുക. എഴുന്നേറ്റ് കഴിഞ്ഞാൽ 2 ഗ്ലാസ് വെള്ളം കുടിക്കും. ഒരു കുപ്പി മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്, ഞാൻ വെള്ളം കുടിക്കും. ഇങ്ങനെ വെള്ളം കുടിക്കലൊക്കെ അടുത്ത കാലത്തുണ്ടായ ശീലങ്ങളാണ് കേട്ടോ. വെള്ളം കുടിക്കുമ്പോൾ രാവിലെ തന്നെ വെള്ളം കുടിക്കലും, ദിവസത്തിൽ 2-3 ലിറ്റർ വെള്ളം കുടിക്കലും, പിന്നെ ശരീരത്തിൽ ജലാംശമുണ്ടെന്ന് ഉറപ്പാക്കി ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കലും ഒക്കെ ഞാൻ അടുത്ത കാലത്ത് ഉണ്ടാക്കിയ ശീലങ്ങളാണ്. പക്ഷെ നല്ല വ്യത്യാസമുണ്ട്. മൂന്നാമത്തെ കാര്യം, നമ്മൾ ഉണർന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നുകിൽ നമ്മൾ കിടന്നുറങ്ങിയ മുറിയിൽ തന്നെ വെച്ച് ഇത് ചെയ്യാം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ അവരെ ശല്യപ്പെടുത്തേണ്ട അടുത്ത മുറിയിലേക്ക് പോകാം. കുറച്ച് വാമപ്പ് എക്സസൈസ്, ബ്രീത്തിങ് എക്സസൈസ്, കൈയും കാലും ഒക്കെ ഒന്ന് വാമപ്പ് ചെയ്യുക, വിരലിൻ്റെ അറ്റമൊക്കെ ഒന്ന് അനയ്ക്കുക, ഒരു 3 മിനിറ്റ് ഒരു വാമപ്പ്, പിന്നെ ഒരു 3 മിനിറ്റ് കണ്ണടച്ചിരുന്ന് ഇന്നത്തെ ദിവസം എങ്ങനെയായിരിക്കണം, എന്തൊക്കെയാണ് രാവിലെ ചെയ്യേണ്ടത്, ഇതൊക്കെ നമുക്ക് ചിന്തിക്കാം, പ്രാർത്ഥിക്കാം. ഒരു 3 മിനിറ്റ്സ് മെഡിറ്റേഷൻ. ഇനി 4ാമത്തെ കാര്യം, ഈ പറഞ്ഞതിൻ്റെ കൂടെ തന്നെ ചേർന്ന് പോകേണ്ട ഒരു ശീലമാണ്. രാവിലത്തെ നമ്മുടെ മൂഡ് എന്താണോ അത് രാത്രി വരെ നീണ്ടു നിൽക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എഴുന്നേൽക്കുമ്പോൾ മനസ്സിലുണ്ടാകേണ്ടത് നല്ല പോസിറ്റീവ് ചിന്തകളായിരിക്കണം. എഴുന്നേൽക്കുമ്പോൾ തന്നെ ഉണ്ടാകുന്ന ചിന്ത വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ എഴുന്നേൽക്കുമ്പോൾ സാധാരണ ചിന്തിക്കാറുള്ളത്, ടുഡേ ഈസ് എ ഗ്രേറ്റ് ഡേ, ഇന്ന് വളരെ നല്ലൊരു ദിവസമാണ് എനിക്ക്, അല്ലെങ്കിൽ ടുഡേ ഈസ് ഗോയിങ് ടു ബി എ ബെറ്റർ ഡേ ദാൻ യെസ്റ്റർഡേ. അങ്ങനെ എന്തെല്ലാം നല്ല ചിന്തകളാകാം അല്ലേ. അപ്പോൾ അക്കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. 5ാമത്തെ കാര്യം, എപ്പോഴും പുഞ്ചിരിയോടുകൂടിയ മുഖഭാവം. അതുമാത്രമല്ല, ചിരിക്കാനും പൊട്ടിച്ചിരിക്കാനും ഒക്കെ എപ്പോഴും റെഡി ആയിട്ടിരിക്കുക. കഴിഞ്ഞ ദിവസം ഞാനൊരു ഓഫീസിൽ പോയി. അവരുടെ മുഖഭാവം കണ്ടപ്പോൾ തന്നെ നമ്മുടെ ഒരു സന്തോഷമെല്ലാം പോയി.
ഞാൻ കുറച്ച് പണം എടുക്കാനാണ് പോയത്. പണം കൊടുക്കുന്ന കൗണ്ടറിൽ ചെന്നതും അയാൾ എന്നോട് പറഞ്ഞു ടെല്ലറുടെ അടുത്ത് പോയിക്കോളാൻ പറഞ്ഞു, അപ്പുറത്തെ കൗണ്ടറിൽ. അപ്പം ഞാൻ ചോദിച്ചു ടെല്ലർ എത്ര രൂപ വരെ മാക്സിമം തരും? 50,000. എനിക്ക് അതിലും കൂടുതലാണല്ലോ വേണ്ടത്. എന്നാൽ ചെക്ക് ഇങ്ങോട്ട് തരാൻ പറഞ്ഞു. അപ്പം ഞാൻ വിചാരിക്കുകയാണ് എത്ര രൂപയാണ് വേണ്ടതെന്ന് ചോദിക്കുക കൂടി ചെയ്യാതെ അട്ടിപ്പായിച്ചു ആദ്യമേ തന്നെ. എന്താണല്ലേ ആളുകൾ അങ്ങനെ ചെയ്യണത്? എനിക്ക് ഒരു പിടുത്തം കിട്ടാറില്ല. നമ്മൾ നല്ല പുഞ്ചിരിച്ചോണ്ടാണ് ചെന്നത്, പക്ഷേ ഇവരുടെ മുഖഭാവം കാണുമ്പോൾ തന്നെ നമ്മുടെ പുഞ്ചിരിയൊക്കെ മായും, ശബ്ദമൊക്കെ കനക്കും. പിന്നെ നല്ല ആത്മനിയന്ത്രണം ഉള്ളത് കൊണ്ട് കുഴപ്പമൊന്നും സംഭവിക്കാറില്ല. അപ്പോൾ അവർ ചോദിക്കണ്ടേ എന്താ വന്നത്, എത്രയാണ് വേണ്ടത്? അതിനൊക്കെ സെക്കൻഡുകളെ ചിലവാകൂ, പക്ഷെ അവർക്ക് കിട്ടുന്ന ഗുഡ് വിൽ എത്ര വലുതാണല്ലേ. ഇതൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് അവർ പറഞ്ഞാലും റിട്ടയർ ചെയ്ത് കഴിഞ്ഞ് ഇതൊക്കെയാണ് നമുക്ക് സന്തോഷമായിട്ട് മനസ്സിൽ കൊണ്ടു നടക്കാവുന്ന കാര്യങ്ങൾ. ഹാബിറ്റ് നമ്പർ 6, കുറച്ച് നാളുകളായിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഹാബിറ്റ് ഉണ്ട്. എപ്പോൾ സംസാരിക്കുമ്പോഴും ഒരു ശാന്തഭാവത്തിൽ സംസാരിക്കുക. നല്ല ചൂടാകാനുള്ള അവസരം വരും. സമാന്തര ഭാഷണം എന്ന് പറഞ്ഞ് മറ്റേയാളെ പ്രകോപിപ്പിക്കാത്ത രീതിയിലുള്ള ഒരു സംഭാഷണ രീതിയില്ലേ. ചിലപ്പോൾ നമുക്ക് നല്ല ദേഷ്യം വരുന്ന കാര്യങ്ങൾ അപ്പുറത്ത് സംഭവിച്ചേക്കാം, പക്ഷെ ശാന്തഭാവത്തിൽ സംസാരിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ശീലമാക്കണം. എന്നാൽ പറയാനുള്ള കാര്യങ്ങൾ പറയുകയും വേണം. ജീവിതത്തിൽ ഇത്രയധികം സഹായിക്കുന്ന വേറൊരു ശീലമില്ല. നമുക്ക് നോ പറയേണ്ടടുത്ത് നോ പറയാൻ പറ്റും, യെസ് പറയേണ്ടടുത്ത് യെസ് പറയാം. ഇനി ഒരാളോട് ദേഷ്യപ്പെട്ട് സംസാരിക്കേണ്ടി വന്നാൽ അയാൾക്ക് വിഷമം ഉണ്ടാക്കാത്ത രീതിയിൽ കാര്യങ്ങൾ കൃത്യമായിട്ട് അവതരിപ്പിക്കാൻ നമ്മളെ അത് സഹായിക്കും. ഹാബിറ്റ് നമ്പർ 7, കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ ആരെങ്കിലും താങ്ക് യു പറഞ്ഞാൽ നോ മെൻഷൻ പ്ലീസ് എന്ന് പറയുന്ന ഒരു രീതി എനിക്കുണ്ടായിരുന്നു. അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന്. പക്ഷേ ഇപ്പോൾ അത് മാറി. ഒരാൾ താങ്ക്സ് പറഞ്ഞു കഴിഞ്ഞാൽ വെൽക്കം, അയാൾ നന്ദി പറയുന്നതിനെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു. മറ്റേതല്ല, തൻ്റെ നന്ദിയൊന്നും എനിക്ക് വേണ്ട എന്നാണ് നമ്മൾ അതിൽ അർത്ഥമാക്കുന്നത്. അതുപോലെ തന്നെ ആരെങ്കിലും അഭിനന്ദിച്ചാൽ ചിലപ്പോൾ നമുക്ക് തോന്നിയേക്കാം ഇയാൾ വെറുതെയാണ് പറയുന്നതെന്ന്. എങ്കിൽ പോലും അഭിനന്ദനങ്ങൾ സ്വീകരിക്കുക, താങ്ക്സ് പറയുക. പാട്ട് നന്നായി എന്ന് പറയുമ്പോൾ ഉടനെ അത് സൗണ്ട് സിസ്റ്റം നന്നായിരുന്നു, അല്ലെങ്കിൽ ആ പാട്ട് നന്നായതുകൊണ്ടാണ്, ഇതൊന്നും പറയേണ്ട കാര്യമില്ല. ഒരാൾ നമ്മൾ അഭിനന്ദിക്കുകയല്ലേ, നമ്മളത് സ്വീകരിക്കുമ്പോഴാണ് മറ്റേയാൾക്ക് സന്തോഷം ഉണ്ടാകുന്നത്. 8ാമത്തെ കാര്യം, ഈ സോറി പറയുന്നൊരു ശീലം നമുക്കുണ്ടല്ലോ. ഞാനത് മാറ്റി. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് തന്നെ സോറി പറയാൻ നല്ല വിഷമമാണ്. പലപ്പോഴും ഈ സോറി എന്നുള്ളതിന് ഒരു അർത്ഥവും ഇല്ല എന്നുള്ളതാണ് സത്യം. നമ്മളിങ്ങനെ ശീലിച്ചു പോയതുകൊണ്ടൊരു സോറി പറയുക. നമ്മളൊരു സ്ഥലത്തെല്ലാം വൈകിപ്പോയി, ഒരാൾ നമ്മളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ സോറി പറഞ്ഞ് നമ്മൾ വരാൻ വൈകിയതിൻ്റെ എക്സ്ക്യൂസൊക്കെ പറയും. അപ്പോൾ അതിന് പകരം നമുക്ക് പറയാവുന്നൊരു കാര്യമുണ്ട്, താങ്ക് യു ഫോർ വെയിറ്റിംഗ് ഫോർ മീ. എന്നെ ഇങ്ങനെ കാത്തിരുന്നതിൽ ഒരുപാട് നന്ദിയുണ്ടെന്നുള്ള മട്ടിൽ സംസാരിക്കുക. ഈ സോറി പറഞ്ഞിട്ട് ആർക്കും ഒരു ഗുണവും കിട്ടാനില്ല. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് മാറ്റി വേറൊരു ശൈലിയിലാക്കുക. നമ്മളൊരു സോറി പറയുമ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന ഒരാൾ ചെയ്ത കാര്യം നമ്മൾ വേണ്ടത്ര പരിഗണന കൊടുത്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അയാൾ നമുക്ക് വേണ്ടി എക്സ്ട്രാ എന്തെങ്കിലും ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും. അപ്പം നമ്മൾ സോറി പറയുന്നതിനേക്കാൾ നല്ലത് അയാൾ ചെയ്ത കാര്യം അംഗീകരിക്കുക, താങ്ക്സ് പറയുക. അത് നല്ലൊരു കാര്യമല്ലേ. ഹാബിറ്റ് നമ്പർ 9, വളരെ പ്രധാനപ്പെട്ട ഒരു ശീലം, എംപതി. മറ്റേ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്നൊരു ചിന്ത, അങ്ങനെ ചിന്തിക്കുന്ന ഒരു ശീലം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പം നമ്മുടെ പെരുമാറ്റം വളരെ ഹൃദ്യമാകും. ഞാൻ കഴിഞ്ഞ ദിവസം കൗണ്ടറിൽ പോയ ഒരു കാര്യം പറഞ്ഞില്ലേ, അവരെന്നോട് ഇങ്ങനെ പെരുമാറുമ്പോൾ ഞാനൊന്ന് ചിന്തിക്കണമല്ലേ. ഒരുപക്ഷെ അവർ രാവിലെ മുഴുവൻ കൗണ്ടറിലിരുന്ന് ഇങ്ങനെ പണി ചെയ്യല്ലേ, തല പോലും പൊക്കാൻ സമയം കിട്ടിയിട്ടുണ്ടാവില്ല. ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മാനസിക ഭാവം എങ്ങനെയായിരിക്കും? വളരെ പോസിറ്റീവായിട്ട് തന്നെ നമുക്ക് അവരുമായിട്ട് ഇടപഴകാൻ പറ്റും. അത് ശീലമാക്കണം എപ്പോഴും. ഹാബിറ്റ് നമ്പർ 10 ഇന്നത്തെ ജീവിതശൈലിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്താണെന്നോ, എൻ്റെ വരുമാനത്തിനനുസരിച്ചാണോ ചെലവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ചെലവ് ചെയ്യുന്നതിനനുസരിച്ചുള്ള വരുമാനം ഉണ്ടാക്കാൻ മാർഗമുണ്ടോ? ഈ 2 രീതിയിൽ ചിന്തിക്കാം. പക്ഷേ അതിന് എല്ലാ ദിവസവും കൃത്യമായിട്ട് വരവ് ചെലവുകൾ കുറിച്ചിടുന്ന ഒരു ശീലം, അത് വളരെയധികം നമ്മളെ സഹായിക്കും. വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം ഞാൻ വീഡിയോയിലൂടെ ഇന്ന് ഷെയർ ചെയ്തത് 10 മൈക്രോ ഹാബിറ്റ്സ്. അപ്പോൾ ഇതിൽ എപ്പോഴും നമ്മൾ കൂടെ കൊണ്ടു നടക്കേണ്ട ചില ഹാബിറ്റ്സും ഉൾപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ പ്രയോജനപ്പെടുമെന്ന് കരുതുന്നു. അടുത്ത വെള്ളിയാഴ്ച പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.